ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് നമുക്ക് ചപ്പാത്തിക്കും ചോറിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഡിഷാണ്, ഒരു ചേന മസാല. അപ്പോൾ സാധാരണ നമ്മൾ ചേന കൊണ്ട് ചേന എരിശ്ശേരി ഉണ്ടാക്കും, ചേന ഉടച്ചേറി ഉണ്ടാക്കും, അങ്ങനെയൊക്കെയല്ലേ. അപ്പം നമുക്കൊരു ചിക്കൻ കറിയും ബീഫ് കറിയൊക്കെ വെക്കുന്ന അതേ ടേസ്റ്റോടുകൂടി നമുക്ക് ചേനയും ഉണ്ടാക്കാൻ പറ്റും. അപ്പം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 250 ഗ്രാം ചേന വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട മസാല തയ്യാറാക്കാൻ വേണ്ടി ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിന് വേണ്ട മസാലകൾ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ, ഉപ്പ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായി, ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുക്കാം, ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചിയും സവാളയൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ പച്ച ചുവയൊക്കെ മാറിയിട്ടുണ്ട്, പൊടികൾ നന്നായി മൂത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഈ സവാളയും കൂടെ നന്നായിട്ടൊന്ന് വെന്ത് ഉടഞ്ഞു വരട്ടെ, അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇവിടെ തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചേന ഇട്ട് കൊടുക്കാം. ചേന നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ചേന വേവിച്ച കുറച്ച് വെള്ളം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇത് പോരാ, കുറച്ചും കൂടെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇരുന്ന് നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചേന മസാലക്കറി റെഡി ആയിരിക്കുകയാണ്. ബീഫ് കറി, ചിക്കൻ കറി എന്നിവയുടെ അതേ ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നത് വരേക്കും ബായ്.